ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പെരുന്നാളായിട്ട് രാവിലെ തന്നെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. ഇവിടെ 6 മണിക്ക് നിസ്കാരം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആള് 5:30 ആകുമ്പോഴത്തേന് തന്നെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് നമുക്ക് അങ്ങനെ ഒരുപാട് പ്ലാൻസ് ഒന്നുമില്ല കേട്ടോ. കാരണം ഇക്കാക്ക് ഡ്യൂട്ടി ഉണ്ട്. അതുമാത്രമല്ല, എല്ലാ പെരുന്നാൾക്കും എൻ്റെയും ഇക്കാൻ്റെയും ബ്രദേഴ്സ് വരാറുണ്ട്. പിന്നെ ഞങ്ങളുടെ കസിൻസ് ഒക്കെ വരാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങളുടെ ബ്രദേഴ്സ് നാട്ടിലാണ്. പിന്നെ അവരില്ലാത്തതുകൊണ്ട് പിന്നെ കസിൻസും കൂടുന്നില്ല എന്ന് പറഞ്ഞു. ഇക്കാക്ക് ലീവും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ വന്നിട്ടും കാര്യമില്ലല്ലോ, പുറത്തൊന്നും പോകാൻ പറ്റില്ല. ലീവ് തീരെ ഇല്ല എന്നല്ല കേട്ടോ, ഈദിൻ്റെ അന്നില്ല എന്തായാലും. നമുക്ക് പിന്നീട് ഒരു ദിവസം കോമ്പൻസേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ച്. ആളുടെ പെരുന്നാൾ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ, പുട്ടും ബീഫും. നാട്ടിലും അത് അങ്ങനെ തന്നെ, പെരുന്നാൾക്ക് ആൾക്ക് പുട്ടും ബീഫും മസ്റ്റാണ്. മക്കളെ ഇതുവരെ എണീപ്പിച്ചിട്ടില്ല കേട്ടോ. ഇനി എണീപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കണം. ഇത്ര നേരത്തെ എണീപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, അവരുറങ്ങിക്കോട്ടെ. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് നമ്മളിന്ന് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. സോ അത് നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് കഴിഞ്ഞ് പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുസഫ ഷാബയിലുള്ള ഈ ദുനിയാവിനാണ് കേട്ടോ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നാട്ടിലേക്ക് പോയിക്കണമല്ലോ. പിന്നെ നമ്മൾ മാത്രമായിരുന്നില്ല, നമ്മുടെ കൂടെ ആദും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോനാ, ഞങ്ങളുടെ നെയ്ബറും കൂടിയാ. ബാദുവിൻ്റെ സെയിം ഏജാണ് കേട്ടോ ആദുവിനും. അവരൊരുമിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പോയി ഫുഡ് വാങ്ങിയിട്ട് വന്നു. ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫ്രൈഡ് ചിക്കനും ഉണ്ടായിരുന്നു. കഴിഞ്ഞ് വരുന്നതൊക്കെ നമ്മൾ നാട്ടിൽ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവരെ എല്ലാവരെയും നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അയ്യോ, എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കണ്ടില്ലല്ലോ. ഒരു സിമ്പിൾ പാകിസ്ഥാനി ഔട്ട്ഫിറ്റാണ് കേട്ടോ. ആഗാനൂർ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഒരു സിമ്പിൾ നെക്ലസും കുറച്ച് ഹെവി ഇയറിങ്ങും ഒരു ജൂത്തിയായിട്ടാണ് ഞാനത് പെയർ ചെയ്തത്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെയുള്ള അൽവത്ബ ഫാമിലി പാർക്കിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. നമുക്ക് അടുത്തായതുകൊണ്ടും പിന്നെ നല്ല സ്പേഷ്യസ് ആയതുകൊണ്ടും നമ്മൾ കൂടുതലും പോകുന്ന പാർക്ക് ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ പാർക്കിൽ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ മക്കളെ പെരുന്നാൾ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരെ ഡ്രസ്സിൻ്റെ പണി തീർത്ത് കൈ തരും. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ ബാദുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഇവിടെ വെച്ചായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. പാർക്കിലേക്കുള്ള എൻട്രൻസ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ. പിന്നെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ ഫങ്ഷൻസ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അബുദാബി മുനിസിപ്പാലിറ്റീൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്കൊരു പെർമിഷൻ എടുക്കണം. അതും ഫ്രീ ആണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. ഞങ്ങളവിടെ ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായില്ല. കാരണം വൈകിട്ട് 4 മണിക്ക് ഇക്കാക്ക് ഡ്യൂട്ടിക്ക് കയറണമല്ലോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് മക്കളൊപ്പം കളിച്ച് കുറച്ച് റീൽസും ഷോർട്സും ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. സയാൻ അവന് ഓടിക്കളിക്കാൻ കുറെ സ്ഥലം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ. കൂട്ടത്തിലേറ്റവും ചെറിയ കുട്ടി ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ടേ. പാവം ക്ഷീണിച്ച് വന്ന് മരഞ്ചാരി നിൽക്കുന്നുണ്ട്. അങ്ങനെ ടൈം ആയതുകൊണ്ട് നമ്മളിനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.